ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് 19 ഐറ്റംസ് അടങ്ങുന്ന ഒരു ഇഫ്താർ ബുഫേ ഇവിടെ ട്രിവാൻഡ്രത്ത് വെള്ളയമ്പലത്ത് ആലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ടൈം എന്ന് പറയുന്നത് 6:30 to 8:30 ആണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 5:45. അപ്പം നോമ്പ് തുറക്കാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് കുറച്ച് നേരം വെളിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറി. അകത്ത് ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇനി അകത്ത് കയറുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് 555 രൂപയ്ക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. നല്ല കസ്റ്റമർ കെയർ സർവീസാണ് ഇവർക്ക്. അതുപോലെ തന്നെ എല്ലാ ഐറ്റവും ഉണ്ട്. നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ആദ്യം അവിടെ അകത്തൊക്കെ നല്ല രസമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ആലിബാബയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. നല്ല വളരെ ഭംഗിയുള്ളൊരു ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉള്ള നല്ലൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ പോയാലും അവിടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഫിഷിനെയൊക്കെ നോക്കി നിന്നു. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി ബൊഫെ ഐറ്റംസ് കാണിച്ചു തരാമേ. നല്ല വെറൈറ്റി ആയിട്ടുള്ള മലബാർ സ്നാക്സ് ഉണ്ടായിരുന്നു. ചിക്കൻ ഹവായി സാലഡ്, ഗ്രീൻ സാലഡ്, പിന്നെ ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തേങ്ങാപ്പത്തൽ മീൻ മാങ്ങാക്കറിയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഇല്ലാതെ ഇഫ്താർ ഇല്ലല്ലോ, അങ്ങനെ നല്ല ചിക്കൻ ദം ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും അതിൻ്റെ കൂടെ തലശ്ശേരി ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ കുറുമയും ക്രിസ്പി കോളിഫ്ലവറും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നല്ല ചൂട് തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ നേരത്ത് വെള്ളം, വാട്ടർമെലൺ ജ്യൂസ്, തരിക്കഞ്ഞി ഇതെല്ലാം അവർ തന്നെ സെർവ് ചെയ്തായിരുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് കട്ട്ലറ്റും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആദ്യമേ ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് നോമ്പെല്ലാം തുറന്നു. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ബുഫേയിൽ പോയിട്ട് ഫുഡ് എടുത്ത് കഴിക്കാവുന്നുള്ളൂ. ഇത് അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. ഫുഡൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പൊറോട്ടയും തലശ്ശേരി ചിക്കൻ സ്റ്റൂ ആയിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ തേങ്ങാപ്പത്തലും മീൻ മാങ്ങക്കറിയും ഏത് ഫുഡാണെങ്കിലും ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ആലിബാബയുടെ ഒരു ഓട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആദ്യം ഇരിക്കാൻ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫൈസി വന്നു. റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൽ ഇതൊരു വെറൈറ്റി ആംബിയൻസ് ആയിട്ട് ഫീൽ ചെയ്ത കേട്ടോ എനിക്ക്. ഇത് ഞങ്ങൾ പോയിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇത് ലേറ്റായി പോയത്. അപ്പം നോമ്പ് തുറക്കാനായിട്ട് പോകാൻ ഇനിയിപ്പം 3-4 ദിവസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഈ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. 8:30 വരെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറന്ന് പതുക്കെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എല്ലാ ഫുഡും കുറേശ്ശെ എല്ലാവരും കഴിച്ച് നോക്കിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നിലും ഒരു ഇതുപോലും തോന്നിയില്ല. അത്രയ്ക്ക് നല്ല ഫുഡും നല്ല സർവീസും ആയിരുന്നു. അങ്ങനെ നല്ല മനസ്സ് നിറഞ്ഞ് ഇന്ന് നോമ്പ് തുറക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയി ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം.